പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 11-ാം തീയതി ഏപ്രിൽ മാസം വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിപ്രഭാതത്തിലെ കർത്താവിൻ്റെ ചൈതന്യത്തിലെ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് കർത്താവിൽ നിന്ന് ഊർജ്ജം സംഭരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സൊരുക്കേണ്ട സമയമാണിത്. ഈ രാവിലെയുള്ള ഡെയിലി ബ്രെഡിനെ കുറിച്ച് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായി സമർപ്പിക്കണം. അച്ഛൻ അതിന് സമയം തരുന്നുണ്ട്. ഞാൻ ആ സമയത്ത് മൗനം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, 10 പേര് നിയോഗം വെച്ചാൽ 10 പേരും കർത്താവ്
അത് കേൾക്കണം, ആ പ്രാർത്ഥന കേൾക്കണമെന്നാണ്. അപ്പം അതുകൊണ്ട് സന്തോഷമായിട്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ. എനിക്കറിയാം നിങ്ങൾ അശക്തരാണെന്ന്. ഞാനും എൻ്റെ ജീവിതത്തിൽ പല കാലങ്ങളും അശക്തമായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ആശ്രയിച്ച എൻ്റെ ദൈവം, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, സഭയുടെ എൻ്റെ പഠനങ്ങളിൽ ആശ്രയിച്ച എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങൾ, അതെല്ലാമാണ് എന്നെ നിലനിർത്തിയതും രക്ഷിച്ചതും വളർത്തിയതും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. സന്തോഷത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധി ശിരസ്സ് നമിച്ച് നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ അനന്തമായ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോൾ കുരിശാരോഹണത്തിന് പോലും ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി അതിനുപോലും മനസ്സായവനാണ് നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ സ്വപ്നങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ എല്ലാ സമർപ്പണങ്ങളും വലിയ വലിയ ഫലങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറുന്നത്. പ്രത്യേകിച്ച് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമെന്ന നിലയിൽ ദൈവപിതാവും പരിശുദ്ധാത്മാവും ഈശോയും അതിനനുവദിച്ച ഇടമെന്ന നിലയിൽ ഞങ്ങൾ കൃപാസന അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തിരുമനസ്സാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ തിരുമനസ്, ഞങ്ങൾ എന്തെങ്കിലും കൃപാസന അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറി കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനുള്ള അടയാളമായി മാറാൻ ഞങ്ങൾ സ്വർഗം തിരഞ്ഞെടുത്തതായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈ തിരിച്ചറിവോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഴഞ്ഞു മറിഞ്ഞ ജീവിത അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുത്തൊഴിഞ്ഞു പോയ ജീവിതത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ലഹരി പദാർത്ഥ ഉപയോഗം, സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഭാര്യഭർത്തകന്മാർ തമ്മിൽ കേസായിട്ടുള്ള അവസ്ഥകൾ, നിസ്സാര കാര്യങ്ങളുടെ മേൽ തെറ്റിപ്പിച്ചതിന് ശേഷം പിന്നീട് ഓരോരോ തെറ്റിദ്ധാരണ അതിനെ പരിപോഷിച്ച് നമ്മൾ ചെയ്ത തെറ്റിനെ നീതീകരിക്കാൻ വേണ്ടി പല തെറ്റുകൾ ചെയ്ത് കൂട്ടി ദൈവത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടു പോയ എല്ലാ മനുഷ്യരുടെ മേലും കർത്താവ് വെളിച്ചത്തിൻ്റെയും വിവേകത്തിൻ്റെയും എളിമയുടെയും വിനയത്തിൻ്റെ ആത്മാവ് നൽകി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, സ്ത്രീഹന്മാർ ഇറങ്ങി വസിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാമ്പുകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിശുദ്ധ ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലെ താൻ അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെ മേലും കൈവരിച്ച ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും നടപ്പിൽപ്പെടുത്താനുള്ള ഹൃദയ സമർപ്പണം നടത്തിയ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, ഔസേപ്പിതാവിൻ്റെ ചൈതന്യം നിന്നെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഹൃദയത്തെ കർത്താവ് ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലിയെ കർത്താവ് ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് നീ തിക്കുമുട്ടൽ അനുഭവിക്കുന്നത്, നിൻ്റെ ഹൃദയം പിടക്കുകയും വിങ്ങുകയും ചെയ്യുന്നത് ആരോ ഓർത്തിട്ടാണോ, എന്തിനു വേണ്ടിയാണോ, ആരെ പേടിച്ചിട്ടാണോ, എന്ത് വിഷയമാണോ, എന്ത് സാഹചര്യമാണോ, എന്ത് നിയമപാലകരമായിട്ടുള്ള വിഷയങ്ങളാകാം, കോടതി വിഷയങ്ങളാകാം, അതുപോലെ തന്നെ മറ്റു തരത്തിൽ ഉദ്യോഗസ്ഥ മേഖലകളിലുള്ളതിൻ്റെ വിഷയമാകാം, എന്ത് പ്രതിസന്ധിയാണ് നീ അനുഭവിക്കുന്നത്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുമെന്ന് അരുളിച്ച കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിൻ്റെ ദൂത് നിനക്ക് മുമ്പ് സഞ്ചരിക്കുകയും നിനക്ക് മുമ്പേ കാര്യങ്ങൾ ക്രമീകരിക്കുകയും നീ ഭയങ്കരമായ രീതിയിൽ മല പോലെ വന്നു എന്ന് പറഞ്ഞ പോലെ, കാറ്റുപോലെ പോയെന്ന് പറഞ്ഞ പോലെ നീ ഭയങ്കരമായ രീതിയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന ഭയാനകമായ രീതിയിൽ മനസ്സ് സംഘർഷം പിടിച്ചിരിക്കുന്ന വിഷയത്തിന് മേലെ അതൊരു പഞ്ഞി ഒഴുകിപ്പോകുന്ന പോലെയും പറന്നു പോകണ പോലെ നിൻ്റെ ഹൃദയഭാരങ്ങൾ കർത്താവ് പറത്തിക്കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷ അമ്മയുടെ മധ്യസ്ഥ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയെ ഞാൻ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേക പ്രതിസന്ധികളെയും പ്രത്യേക നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. എവിടെ ചെന്നാലും കർത്താവിൻ്റെ ചൈതന്യം പടരട്ടെ. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം നിനക്ക് അനുഭവവേദ്യമാകട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ യാത്രയിൽ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉടമ്പടിയുടെ കാര്യം ഭയങ്കര രസമാണ്. എല്ലാ ദിവസവും കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കും. കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എന്താണെന്നറിയാമോ? ഉടമ്പടി നമ്മളെ യഥാർത്ഥ ശിഷ്യന്മാരാക്കുമെന്ന്. കർത്താവ് തന്ന വചനം യോഹന്നാൻ ഈ യഥാർത്ഥ ശിഷ്യന്മാർക്ക് ഉള്ള ഗുണം എന്താണ്? അവർക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്ന്.
പക്ഷെ അവർക്ക് ഉള്ള ഇഷ്ടം എന്തായിരിക്കും? യഥാർത്ഥ ശിഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരിക്കും അല്ലേ? അത് ഭയങ്കര രസമാണത്, നമുക്ക് വായിക്കാതെ. ഇപ്പം 8:31 യോഹന്നാൻ്റെ സുവിശേഷം. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. എൻ്റെ ശിഷ്യരാണ്. അപ്പോൾ ഈ എൻ്റെ പ്രൊഫഷനിൽ അവിടുത്തെ മെയിൻ വാക്ക് യഥാർത്ഥവും നിലനിൽപ്പുമാണ്. തമ്മിൽ ഇൻ്റർകണക്റ്റഡാണ്. യഥാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് അല്ല, റിയൽ, ഒറിജിനൽ എന്നാണ്. ഇപ്പോൾ കർത്താവിന് അറിയാം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ശിഷ്യന്മാരുമുണ്ട്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കള്ളനാണയങ്ങളുമുണ്ട്. കർത്താവ് പിന്നെ ഇങ്ങനെ വലിയ ഭംഗിയുടെ വാക്ക് പോയി കഴിഞ്ഞാലാണ്, പക്ഷേ പാര നെഞ്ചിക്കയറ്റുന്ന പോലെയുള്ള അനുഭവമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വരണത്. യഥാർത്ഥത്തിൽ അതായത് എന്ത് ചെയ്യണം? നിലനിൽക്കണം. ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകരുത്. നമ്മുടെ ഈ 99% ആൾക്കാരുടെ പ്രശ്നം എന്താ പറയുക, ഇൻക്ലൂഡിങ് മൈസെൽഫ്. അതായത് ഞാനിങ്ങനെ എന്നെങ്ങനെ ഉയർത്തി പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ഒരേ പാർട്ടി, ഒരേ വള്ളത്തിൽ കയറുന്ന പാർട്ടിയല്ലേ. അത് എന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് ഈ വിട്ട് പിടിക്കുമോ. ഈ ആഴ്ച ഭയങ്കര സ്നേഹമാണെങ്കിൽ അടുത്ത ആഴ്ച ഏതെങ്കിലും ഇഷ്യൂ ബേസ്ഡാണ്. നമ്മുടെ സ്പിരിച്വാലിറ്റി ഇഷ്യൂ ബേസ്ഡാണ്. നമ്മളുടെ ഇഷ്ടത്തിന് എതിരായിട്ടുള്ള എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ഉടനെ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് കുറയും. ദൈവസ്നേഹത്തിൻ്റെ വോൾട്ടേജ് കുറയും. അതുകൊണ്ടാണ് ഈശോ പറയണത്. ഒന്നിനു വായിച്ചേ 8:31. എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. അപ്പം നിലനിൽക്കണം വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി വേണം. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിയലായിട്ട് വരത്തുള്ളൂ. റിയലായിട്ടുള്ള ലവ് ആണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പാലിച്ച് റിയലായിട്ട് യഥാർത്ഥ ശിഷ്യന്മാരാണെങ്കിൽ വചനം കണ്ടിന്യൂറ്റായിട്ട് വായിക്കും. കണ്ടിന്യൂറ്റി പ്രശ്നമാണ്. എന്നിട്ട് ഈശോ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ടേ, ഈശോയിൽ വരുമ്പോൾ ഒരേ ആത്മാവ് തന്നെ പല സമയത്ത് പറയണതായിരിക്കും, പക്ഷെ പറയുന്ന ആൾ ഒന്നായത് കാരണം പറയണ കാര്യം ഒന്നായിരിക്കും. ഇതിനോട് ബന്ധപ്പെട്ട് വരാവുന്ന വചനം ഏതാണെന്ന് അറിയാം? 15:7 യോഹന്നാന്റെ സുവിശേഷം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. പിന്നെ വന്ന് കേട്ടോ, നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ നിലനിൽപ്പുണ്ട്. ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ വചനം കേട്ട്, ആദ്യത്തെ വചനം എന്താണ്? 8:31 എന്താണ് പറയണത്? അതായത് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ എന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. 15:7 എന്താ പറയണത്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ആർക്കാണ് ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റണത്? ആർക്കാണ് ഇഷ്ടമുള്ളത്? എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റത്തില്ല. ആർക്കാണ് ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റണത്? യഥാർത്ഥ ശിഷ്യനെ പറ്റത്തുള്ളൂ. ആരാണ് യഥാർത്ഥ ശിഷ്യൻ? വചനത്തിൽ നിലനിൽക്കുന്നവൻ. ക്ലിയർ അല്ലേ? കണ്ടിന്യൂറ്റി ഉള്ള ഗ്യാപ്പ് ഉണ്ടായ പണിയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ? വിശ്വാസം ഉയർത്തണ വെല്ലുവിളി എന്താ? ഗ്യാപ്പ് ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയില്ലേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് ഈശോ പറഞ്ഞില്ലേ, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയാമോ? അങ്ങയുടെ നാമം പൂജിതമാകണമേ. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പുരഭൂമിയിലും ആകണമേ. അതായത് അങ്ങയുടെ തിരുമനസ് നിറവേറ്റാനാണ് എൻ്റെ മൻഡേറ്ററി ആയിട്ട് എനിക്ക് ഒതുക്കുന്ന മിഷൻ. അതാണ് എന്താണ്? അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക.